ഹായ് ഫ്രണ്ട്സ്, ഏവർക്ക് ഡിജിറ്റ് ഓഡിയോ ടെക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇന്റർനാഷണൽ ലെവലില് ഹൈ എൻഡ് ഓഡിയോ സിസ്റ്റംസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫോസി ഓഡിയോ എന്നൊരു കമ്പനി. അപ്പൊ അവരിൽ നിന്ന് ഡിജിറ്റ് ഓഡിയോ ടെക് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് ഒരു പാർസൽ അവർ അയച്ചിട്ടുണ്ട്. ഒരു അവരുടെ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. സോ വളരെ സന്തോഷം തോന്നുന്നു. ഡിജിറ്റ് ഓഡിയോ ടെക് നമ്മുടെ ഈ ചാനലിനെ അവർ റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഫോറിൻ കമ്പനി. ഓക്കെ, അപ്പൊ അവർ അയച്ചുന്ന പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കണം അതിനകത്ത് എന്താണെന്നുള്ളത്. വളരെ എക്സൈറ്റഡ് ആണ് അതിനകത്ത് എന്താണെന്നുള്ളത് അറിയാൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ അൺബോക്സിംഗിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഫോസി ഓഡിയോ എന്നുള്ള കമ്പനിയെ കുറിച്ച് ഒന്ന് അറിയണ്ടേ. ഫോസി ഓഡിയോ എന്ന കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാല് 2017 അത് ലോഞ്ച് ചെയ്തത്. മെയിൻ ആയിട്ട് അവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറഞ്ഞ ചെലവില് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഹൈ എൻഡ് ഓഡിയോസ് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓവർ പ്രൈസ്ഡ് അല്ലാത്ത ഒരു സാധാരണക്കാർക്ക് പറ്റാവുന്ന രീതിയിലുള്ള വിലയിലുള്ള പ്രോഡക്റ്റുകളാണ് അവർക്കുള്ളത്. ഈവൻ വാൽവിന്റെ പ്രീ ആംപ്ലിഫയേഴ്സ് അങ്ങനെ തുടങ്ങി ഇപ്പൊ ക്ലാസ് ഡി ആംപ്ലിഫയേഴ്സിൽ തന്നെ ഒരുപാട് ഗവേഷണം നടത്തി ഹൈ എൻഡ് ആയിട്ടുള്ള ഓഡിയോ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഓഡിയോ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ഗവേഷണത്തിലാണ് അവർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒത്തിരി പ്രോഡക്റ്റുകൾ അവർ ഇറക്കുന്നുണ്ട്. ക്ലാസ് ഡി ഓഡിയോയിൽ തന്നെ ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമുക്കിപ്പോ അയച്ചു തന്നിട്ടുള്ളത്. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അത് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. എന്നിട്ട് നമുക്കിത് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗൈസ് ഇതാണ് നമുക്ക് അയച്ചു തന്ന ഒരു പാർസല്. അപ്പൊ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കണ്ടില്ലേ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കസ്റ്റംസ് ഓൾറെഡി ഇതിനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം അവർക്ക് എന്തെങ്കിലും ചെറിയ സംശയം തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് അൺബോക്സ് ചെയ്ത് നോക്കാറുണ്ട്, പ്രത്യേകിച്ച് ഫോറിനിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ. ഓക്കെ, വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അഫോർഡബിൾ പ്രൈസ് ആണെന്നുള്ളത്. ലോ പ്രൈസിൽ തന്നെ ഹൈ എൻഡ് ആയിട്ടുള്ള ഓഡിയോസ് നമുക്ക് കിട്ടും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. സോ ആ ഒരു പ്രോഡക്റ്റ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യണം. ഇതിനകത്ത് എന്താണെന്നുള്ളത്, ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നേരിട്ട് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇതിന്റെ പുറമെയുള്ള കവർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് നല്ലൊരു കാർട്ടൺ ബോക്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് കസ്റ്റംസ് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, ടേപ്പൊക്കെ ഒട്ടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രശ്നം ഒഴിവാക്കി വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല രീതിയിൽ സേഫായി പാക്ക് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഫോം പാക്കിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലൊരു മാനുവൽ വന്നിട്ടുണ്ട്. ആ മാനുവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഫോസി ഓഡിയോൻ്റെ V3 ആംപ്ലിഫയർ ആണ്. അത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പം നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. ഓക്കെ, ഫോസി ഓഡിയോയുടെ V3 ആംപ്ലിഫയർ ആണിത്. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം അതെങ്ങനെയുണ്ടെന്നുള്ളത്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. കാണാൻ ചെറുതാണെങ്കിലും നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ക്യൂട്ട് ലുക്കാണ്. ഓക്കെ, ഇതിൻ്റെ വോളിയം നോബും ഇതൊക്കെ കാണുമ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡും അതുപോലെ തന്നെ വളരെ സ്റ്റാൻഡേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഫീൽ വരുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പിന്നീട് നോക്കാം. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കവറിനകത്തൊരു ഇച്ചിരി വെയിറ്റുള്ളൊരു സംഭവമാണ്. എന്താണെന്ന് നോക്കാം. ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു നോബാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വോളിയത്തിൻ്റെ നോബാണ്. നമുക്ക് മറ്റൊരു കളർ വേരിയൻ്റ് കൂടി അവർ തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഫുള്ളി അലുമിനിയത്തിൽ ചെയ്ത മാതിരി ഉണ്ട്. നമുക്ക് അലുമിനിയത്തിൻ്റെ ഒരു നോബാണ് വന്നിട്ടുള്ളത്. നല്ല വെയിറ്റുള്ള സാധനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു കേബിളാണ് കൂട്ടത്തിൽ വന്നിട്ടുള്ളത്. ഇതൊരു പവർ കേബിളാണ്. നമുക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കേബിളാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ആണ് ഫ്യൂസൊക്കെ ഉള്ളൊരു കേബിൾ തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ അഡാപ്റ്ററാണ്. ഈ പവർ അഡാപ്റ്റർ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹെവി വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ആംപ്ലിഫയറിന് വെച്ച് തന്നെ വലിപ്പം കൂടുതലുള്ള സംഭവമാണിത്. അപ്പോൾ കാണാനൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അഡാപ്റ്റർ 48 5 ആംപിയർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 5 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്ററാണ് ഇത്. നമുക്ക് ആംപ്ലിഫയറിലേക്ക് പവർ സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റും ഉണ്ട്. ഇവിടെ പവർ നമുക്ക് കണക്ട് ചെയ്തിട്ട് പ്ലഗ് ചെയ്ത് പവർ സപ്ലൈ ഓൺ ചെയ്യാം. ഓക്കെ, അത് നമുക്ക് പിന്നീട് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോസി ഓഡിയോ V3 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഫോസി ഓഡിയോ എന്ന കമ്പനിയുടെ V3 എന്ന പേരിൽ ഇറക്കുന്ന 2 ചാനൽ സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. ഇത് ക്ലാസ് ഡി കോൺഫിഗറേഷനാണ് വർക്ക് ചെയ്യുന്നത്. ക്ലാസ് ഡിയിൽ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈ എൻഡ് ആയിട്ടുള്ള ഓഡിയോ നമുക്കിതിൽ നിന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ അത് നമുക്ക് അതിലേക്കൊക്കെ പിന്നീട് പോവാം. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ കാണുന്ന മറ്റുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഫ്രണ്ട് സൈഡിലായിട്ട് നോബ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വോളിയം നോബും അതുപോലെ തന്നെ പവർ ഓൺ ഓഫ് ബട്ടണും ഇതിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ വോളിയം ലെവൽ ലോയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പവർ ഓഫിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ പവർ ഒരു ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പവർ ഓൺ ആയി ഓഫ് ആയി എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഇനി ഇതിൻ്റെ പുറകുവശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലും ആറും ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. RC ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്. അത് ഈ ഭാഗത്തായിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്നത് ഇതിൻ്റെ പ്രീ ഔട്ടാണ്. പ്രീ ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സിഗ്നൽ ഔട്ടാണ് പ്രീ ഔട്ട്. ഇത് നമുക്ക് വേറെ ആംപ്ലിഫയറിലേക്ക് സ്റ്റീരിയോ ആംപ്ലിഫയറിലേക്ക് കൂടി നമ്മൾ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഇവിടുത്തെ പ്രീ ഔട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പീക്കർ ഔട്ടാണ്. സ്പീക്കർ ഔട്ടായിട്ട് എല്ലും ആറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് റെഡും ബ്ലാക്കും കണക്ടർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റ് ചാനലിലേക്കും റൈറ്റ് ചാനലിലേക്കുള്ള സ്പീക്കർ ഔട്ട് ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, ഇതിൻ്റെ പവർ സപ്ലൈ നമുക്ക് ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇത് 24 വോൾട്ട് മുതൽ 48 വോൾട്ട് വരയ്ക്കും നമുക്ക് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള അഡാപ്റ്റർ 48 വോൾട്ടിൻ്റെ 5 ആമ്പിയറിൻ്റെയാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ മാനുവൽ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഫോസി ഓഡിയോ ഫിഡിലിറ്റി സൗണ്ട് ഇമ്മേഴ്സ് യു ഇൻ ദ ഓഡിയോ വേൾഡ് എന്ന ഹെഡിങ്ങോടെയാണ് അവർ ഫോസി ഓഡിയോൻ്റെ ടാഗ് ലൈൻ ഇട്ടിട്ടുള്ളത്. ഫോസി ഓഡിയോ V3 HiFi സ്റ്റീരിയോ ഓഡിയോ ആംപ്ലിഫയർ എന്നവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിസൈൻഡ് ഫോർ ഓഡിയോ ഫൈൽസ് ആൻഡ് HiFi സ്റ്റാർട്ടേഴ്സ്. ഇത് ഓഡിയോ ഫൈൽസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റം ആണ് ഇത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ മോഡൽ നെയിം V3 ആണ്. അതുപോലെ തന്നെ മാക്സിമം പവർ ഔട്ട്പുട്ട് 300 വാട്ട്സാണ് വരുന്നത്. അതായത് 300 വാട്ട്സിൻ്റെ 2 ചാനൽ. അപ്പോൾ അതായത് ടോട്ടൽ 600 വാട്ട്സൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട് ഫോറം ലോഡിൽ. ഓക്കെ, അതുപോലെ തന്നെ ആംപ്ലിഫയർ ചിപ്പ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ TPA3255 എന്ന ആ ഒരു ചിപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു ക്ലാസ് D ആംപ്ലിഫയർ ചിപ്പാണ്. അത്യാവശ്യം നല്ല ഫിഡിലിറ്റി ഉള്ളൊരു ചിപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് അതിൽ നിന്ന് കിട്ടും. പിന്നെ കൂടാതെ ഇതിൽ ഓപ്പാംസ് യൂസ് ചെയ്തിട്ടുള്ളത് NE5532ൻ്റെ 2 ഓപ്പാംസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വേണമെങ്കിൽ റീപ്ലേസബിൾ ആണ്. നമുക്ക് എടുത്തിട്ട് വേറെ ഓപ്പാംസ് ഇട്ട് ഉപയോഗിക്കാൻ വേണമെങ്കിൽ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ആ രീതിയിലും ചെയ്യാം. പിന്നെ കൺട്രോളിന് ഓപ്ഷനെ കുറിച്ച് പറയുന്നത് വോളിയം പവറും വോളിയം അതിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ RC ലൈനിന് സ്പീക്കർ ഔട്ട്പുട്ട് 3.5 mm പ്രീ ഔട്ട് കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ ഔട്ട്പുട്ട് കൂടാതെ 3.5 mm ഒരു പ്രീ ഔട്ട് കൂടി ഉണ്ടെന്ന് പറയുന്നത് അത് നമ്മൾ നോക്കിയതാണല്ലോ ഓൾറെഡി. പിന്നെ അതുപോലെ 32V 5 ആമ്പിയർ ഇൻക്ലൂഡർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പക്ഷേ ഓപ്ഷനിലായിട്ട് വന്നിട്ടുള്ള 48 5 ആമ്പിയറാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. സിഗ്നൽ ടു നോയ്സ് ആൻഡ് ഡിസ്റ്റോർഷൻ 88 dB വരുന്നുണ്ട്. പിന്നെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 110 dB. അതുപോലെ തന്നെ THD എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0.003 ആണ്. അത് വളരെ നല്ല കാര്യമാണ്. THD കൂടിക്കഴിഞ്ഞാൽ അല്ല കുറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റോർഷൻ കുറയും. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ഓഡിയോ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഹൈ ക്വാളിറ്റി ഓഡിയോ അതിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജപ്പാനീസ് കമ്പോണൻസ് അതുപോലെ തന്നെ ജർമ്മൻ കമ്പോണൻസ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ പവർ വ്യത്യസ്ത പവർ സപ്ലൈ യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം കിട്ടുമെന്നാണ് നോക്കുന്നത്. അറ്റ് 1% THDയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 24 വോൾട്ട് 4.5 ആമ്പിയർ കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് റേറ്റഡ് ഔട്ട്പുട്ട് പവർ നോക്കാം. 4 ohm ലോഡിൽ 60 വാട്ടും 6 ohm ലോഡിൽ 40 വാട്ടും 8 ohm ലോഡിൽ 30 വാട്ടും ആണ് കിട്ടുക എന്ന് പറയുന്നുണ്ട്. 48V 5 ആമ്പിയർ ആണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ള പവർ സപ്ലൈ. അപ്പോൾ അതിൽ എത്ര കിട്ടും നോക്കാം. അതിൽ 4 ohm ലോഡിൽ റേറ്റഡ് ഔട്ട്പുട്ട് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 230 വാട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. അതുപോലെ തന്നെ 6 ohmൽ 155 കിട്ടുന്നുണ്ട്. 8 ohmൽ 115. അപ്പോൾ നമുക്കൊരു ആവറേജ് 150 വാട്ട്സ് ഒരു 6 ohm ലോഡിൽ കിട്ടുന്നുണ്ട് ഉറപ്പായിട്ടും. ഓക്കെ, അതിൻ്റെ മാക്സിമം നമുക്കൊരു എത്ര പറയുന്നത് 260 വാട്ട്സ് വരയ്ക്ക് 4 ohm ലോഡിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതെന്തായാലും ഇത്രയും ചെറിയൊരു ആംപ്ലിഫയറിൽ നിന്ന് ഇത്രയും വലിയൊരു വാട്ട്സ് ഡെലിവറി ചെയ്യാന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ക്ലാസ് D ആംപ്ലിഫയർ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ എനർജി എഫിഷ്യൻ്റ് ആണ്. ഇത് ഹീറ്റ് മൂലം ഉണ്ടാകുന്ന ലോസും വളരെ കുറവാണ്. ഓക്കെ, ഇനി അഥവാ ഹീറ്റ് വന്നാൽ തന്നെ ഇതിൻ്റെ ബോഡി ഒരു അലുമിനിയം അലോയ് ബോഡിയാണ്. അത് തന്നെ ഒരു ഹീറ്റ് സിങ്ക് ആയിട്ട് വർക്ക് ചെയ്യും. ഇത് ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചെറിയൊരു സൈസിൽ തന്നെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇതിൽ നിന്ന് കിട്ടുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇത് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കണം. അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്. കാരണം ഇപ്പോൾ തന്നെ വീഡിയോ വളരെ ലെങ്തി ആയിട്ടുണ്ട്. ഓക്കെ, ഫോസി ഓഡിയോ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത് അവൈലബിൾ ആണ്. ആമസോണിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിക്കാനുള്ള പർച്ചേസ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതിൻ്റെ റേറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കൂടാതെ ഇൻ്റർനാഷണൽ വെബ്സൈറ്റിലും ഇവരുടെ ഫോസി ഓഡിയോയുടെ ഇൻ്റർനാഷണൽ വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. അങ്ങനെ ഇൻ്റർനാഷണൽ വെബ്സൈറ്റ് വഴി വാങ്ങിക്കുന്നവർക്ക് ഒരു ഓഫർ കോഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഓഫർ കോഡ് വഴി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ
ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെയും ഏവർക്കും ബൈ.